ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി സാക്ഷി മാലിക് രംഗത്ത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട സമിതി ചാമ്പ്യൻഷിപ്പുകൾ നടത്തുന്നു. സസ്പെൻഷനിൽ ഇരിക്കുന്ന സഞ്ജയ് സിംഗിന് സംഘടനയുടെ പണം എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും? സഞ്ജയ് സിംഗിനെതിരെ നടപടി വേണമെന്നും സാക്ഷി മാലിക്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. അച്യുതൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. വീണ്ടും സാക്ഷി മാലിക് ഈ പുതിയ ഗുസ്തി ഫെഡറേഷന്റെ സമിതിക്കെതിരെ ആരോപണമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലം എന്നുള്ളത് ഈ സസ്പെൻഷനിലിരിക്കെ തന്നെ ഈ പുതിയ സമിതി വെല്ലുവിളിച്ചിരുന്നു. അതായത് ഈ ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ അടക്കം അവർ തന്നെ നടത്തും, ഈ അഡ്ഹോക് കമ്മിറ്റിയെ പരിഗണനയ്ക്ക് എടുക്കുന്നില്ല എന്ന ഒരു തുറന്ന പോരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ചാമ്പ്യൻഷിപ്പുകൾ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ഭരണസമിതി സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് താരം സാക്ഷി മാലിക് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുകയും ഇതിൽ വിതരണം ചെയ്തത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ്. സസ്പെൻഷനിലിരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭരണസമിതിയാണ് ഇതിലിടപെട്ടിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സസ്പെൻഷൻ നേരിടുന്ന ഒരു ഭരണസമിതി ആ പണം അതെങ്ങനെയാണ് ഈ ഇത്തരത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുക എന്നൊരു ചോദ്യം കൂടി സാക്ഷി മാലിക് ഉയർത്തുന്നുണ്ട്. കായിക രംഗത്തെ കുട്ടികളുടെ ഭാവി തകരാതിരിക്കാൻ കായിക മന്ത്രാലയം ഈ വിഷയത്തിൽ എത്രയും വേഗം ഇടപെടണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വീണ്ടും ഇത്തരമൊരു ആരോപണങ്ങളിലേക്ക് കൂടി താരങ്ങൾ കടക്കുകയാണ്. സാക്ഷി മാലിക്കിന് പിന്നാലെ ബജ്രംഗ് പുനിയയും ഈ വിഷയം ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ടുപേരും എക്സ് പോസ്റ്റിലാണ് ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ ചിത്രം ഉൾപ്പെടുത്തിയാണ് ഈ പോസ്റ്റ് എക്സിൽ ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രൂക്ഷമായ വിമർശനങ്ങളാണ് താരങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സഞ്ജയ് സിംഗിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി താരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താങ്ക് യു. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.